അതുകൊണ്ട് അങ്ങനെ സങ്കടപ്പെടുന്നവരെ, അങ്ങനെ നൊമ്പരപ്പെടുന്നവരെ, അങ്ങനെ ബേജാറാകുന്നവരെ അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങൾക്കൊരു മരുന്ന് പറഞ്ഞു തരികയാണ്. ആ മരുന്നാകട്ടെ ഈ റബീഉൽ അവ്വൽ നിങ്ങൾക്ക് താങ്ങാകുന്നത്, ഈ റബീഉൽ അവ്വൽ നിങ്ങൾക്ക് സമാധാനമാകുന്നത്, ഈ റബീഉൽ അവ്വൽ നിങ്ങൾക്ക് ആശ്വാസമേകുന്നത്, ഈ റബീഉൽ അവ്വൽ നിങ്ങൾക്ക് പ്രതീക്ഷയേകുന്നത് ആ മരുന്നാകട്ടെ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ദാരിദ്ര്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞവര്, ആപത്തുകളെ കുറിച്ച് പരാതി പറഞ്ഞവര്, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടെന്ന് പരാതി പറഞ്ഞവര്, ഇദാ അസ്ബഹത നേരം പുലർന്നാൽ അള്ളാന്റെ ഹബീബ് പറഞ്ഞു തരികയാണ്, ഒരു ദിക്ർ ചൊല്ലാനുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദുആ ചെയ്യാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ വിനീതന്റെ ലൈവിൽ വന്നിരിക്കുന്ന നിങ്ങൾക്ക് നഷ്ടമുണ്ടാകാൻ പാടില്ലല്ലോ. 1 മണിക്കൂർ ഞാൻ ആ ലൈവ് കണ്ടതാണ്, എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പഠിച്ചോ, നിലവിൽ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും മരുന്നായി, നിലവിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും മരുന്നായി അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, ഇദാ അസ്ബഹത നേരം പുലർന്നാൽ പ്രഭാതമായ ഫഖുൽ ബിസ്മില്ലാഹി അലാ നഫ്സിഹി വഅഹ്ലിഹി വമാലിഹി. എല്ലാവരും ഒന്ന് പറഞ്ഞേ ബിസ്മില്ലാഹി അലാ നഫ്സിഹി വഅഹ്ലിഹി വമാലിഹി. നേരം പുലരുമ്പോ പറയാനുള്ളതാണ്. ഇപ്പൊ പറഞ്ഞു പഠിച്ചോ. എഴുതിയെടുത്ത അലമാരയുടെ അകത്തളത്ത് വെക്കാൻ മാത്രമുള്ളതല്ല, ഹൃദയത്തിന്റെ കിതാബിനകത്ത് രേഖപ്പെടുത്തിക്കോ. ഹൃദയത്തിന്റെ ഏട് തുറന്നിട്ട് എഴുതി വെച്ചോ. എന്നിട്ട് പെങ്ങളെ, നിന്റെ ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിന്റെ ബുദ്ധിമുട്ട് മാറട്ടെ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന ഭർത്താവിന് ജോലി ലഭിക്കട്ടെ, പ്രയാസത്തിന്റെ പർവ്വതം കയറി കഷ്ടപ്പെടുന്ന മക്കളുടെ ബുദ്ധിമുട്ട് മാറട്ടെ, നിന്റെ കുടുംബത്തിന്റെ കണ്ണീര് വറ്റട്ടെ, നിന്റെ കുടുംബത്തിന്റെ നൊമ്പരം മാറട്ടെ, നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങിപ്പോകട്ടെ. ഈ ദുആ മറക്കല്ലേ, ഈ ദുആ മറക്കല്ലേ. പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ 1-ാമത്തെ രാത്രി മുത്തുനബി നിങ്ങൾക്ക് തരുന്ന സമ്മാനം സ്വീകരിച്ചുകൊണ്ട് ഈ റബീഉൽ അവ്വലിനെ ധന്യമാക്കുക. ഇന്നാളെ മുതൽ ചൊല്ലുമ്പോ ഒരു മൗലിദ് വീട്ടിൽ നടത്താ സാമ്പത്തികമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് പോലും ഒരു പക്ഷേ അതിനുള്ള അവസരം അല്ലാഹു തന്നാലോ, അതിനുള്ള അവസരം അല്ലാഹു തുറന്നു തന്നാലോ